പോടാ പട്ടി തെണ്ടി. പോടാ പട്ടി തെണ്ടി. ഞാൻ ഇതിനെക്കാട്ടി അടുത്ത 3 എണ്ണം പറയും. നീ ബ്രോ കിരീടം എന്തിനാടാ നീ തുണിയൊക്കെ മേടിച്ച് കാശ് കളയുന്നത്? സേവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇപ്പോ ലാലേട്ടനെ കൊണ്ടുപോകും. എന്നിട്ട് പുള്ളിയെ കണ്ടോണ്ടിരിക്കാല്ലോ. എടാ പുള്ളിയൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. അതാണ് പറഞ്ഞത്. ഞാൻ സെൽഫിഷാ. ലാലേട്ട മറ്റേ ആറ്റുമണൽ ആ പാട്ടൊന്നും പാടിയാ എന്താ നിന്റെ അടിമയാ ലാലേട്ടൻ? ഡാൻസ് കളിക്ക്. വൃന്ദാവനം അത് തിരുത്തുന്ന എന്തിനാ? ഞാൻ പാടി പോകൂലേ. ഇവനൊക്കെയാണ് ഇപ്പൊ താരം. അംഗീകരിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാശ് ഇറക്കാൻ ആൾക്കാർക്ക് ധൈര്യമുണ്ട്. ഞാൻ ശ്രീനിവാസനെ പറഞ്ഞു അവൻ ഓൾറെഡി ജൂപ്പിറ്ററിൽ എത്തിയല്ലോ. അവിടെ ചെല്ലുമ്പോ അവിടെ നിൽക്കുന്ന പുള്ളി. Hey everyone, Media On Show മോളിൽ നീരജ്, ആദിത്യൻ ആൻഡ് സുബിൻ. വെൽക്കം ടു മീഡിയ ഓൺ ഷോ. താങ്ക് യു. പ്ലൂട്ടോ ആണ് പുതിയ വിശേഷം. എത്രത്തോളം എക്സൈറ്റഡ് ആണ്? 1-2 വർഷം കഴിഞ്ഞിട്ട് പടം ഇറങ്ങുന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. ലാസ്റ്റ് റിലീസ് ഒരു OTT സീരീസ് ആയിരുന്നല്ലോ. സ്ട്രീമിംഗ് കണ്ടന്റ് ആയിരുന്നു. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഒരു തിയേറ്ററിക്കൽ റിലീസ് വരുന്നതിൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. പ്ലസ് നമ്മുടെ കംഫർട്ട് സോണിലുള്ള ഒരു സിനിമയാണ്. ഹ്യൂമർ ഉണ്ട്, പാട്ടുണ്ട്, റാപ്പ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അതെ, മൊത്തത്തിലുള്ള ഒരു എൻ്റർടൈനർ മൂവിയാണ്. സോ ഐ എം എക്സൈറ്റഡ്. ഫസ്റ്റ് എങ്കിലും ചന്ദ്രിക നേരെ സൈഫയിലേക്ക് എങ്ങനെയുണ്ട് ആ ഷിഫ്റ്റ്? നല്ല ഷിഫ്റ്റാണ് ആക്ച്വലി. ഭയങ്കര ചലഞ്ചായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഫൺ. എൻജോയ്ഡ്. പറഞ്ഞ പോലെ രണ്ട് ഡിഫറെൻറ്റ് സ്പെക്ട്രം ഓഫ് സിനിമകളാണ്. നമ്മളും അങ്ങനത്തെ സിനിമകൾ ചെയ്യാനാണ്. ലാസ്റ്റ് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമകൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. സൈഫൈ ആണ്. മലയാളത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഇറങ്ങുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ സിനിമ വരുന്നത്. അത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ആക്ച്വലി അത് നമ്മളിത് ചെയ്യുന്ന സമയത്തും അത് ഭയങ്കര നമുക്ക് തരുന്ന മോട്ടിവേഷൻ ചെറുതല്ല. ബിക്കോസ് നമ്മുടെ ആളുകൾ എപ്പോഴും അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികൾ വരുമ്പം ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. സോ അങ്ങനെ ഒരു ഓഡിയൻസ് നമുക്കുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു സമാധാനം ഉള്ളിലുണ്ടായിരുന്നു. പ്രേക്ഷകർ സ്വീകരിക്കും. അങ്ങനെ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ എന്നുള്ളത്. ഇൻഫ്ലുവൻസർ ലൈഫിൽ നിന്ന് ഇപ്പോൾ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രകമ്പനം അടക്കം ഇപ്പം ബാക്ക് ടു ബാക്ക് സിനിമകളാണ്. എൻജോയ് ചെയ്യുന്നു നല്ല രീതിയിൽ. പ്ലൂട്ടോ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്നെ വിളിച്ചതാണ്. ഒരു ഐഡിയ ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു കോള് വരുന്നു, ഓക്കെ ആവുന്നു. പിറ്റേ ദിവസം കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ അത്യാവശ്യം നല്ല എൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രസമുണ്ട്. അങ്ങനെ ചെയ്യുന്നു. ഇതിലുള്ള എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആകുന്നു. ഇപ്പൊ ഒരു നല്ലൊരു ടീമായി. അഭിനയം മാത്രമല്ല, പാട്ടും ഡാൻസും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ വരികളും എഴുതിയിട്ടുണ്ട്. താഴെ ആ പാട്ടുകൾക്ക് താഴെ കമന്റ് വരുന്നുണ്ട്, വയലാർ എഴുതുവോ ഇതേപോലെ. ഇത് ആക്ച്വലി ഒരു ടീം എഫേർട്ടാണ് ഈ പടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കിയുടെ ക്യാരക്ടറിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലൂട്ടോ എന്ന് പറയുന്ന ക്യാരക്ടർ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആജുവേട്ടൻ ചെയ്യുന്ന ടൈഗർ തമ്പി എന്ന് പറയുന്ന ക്യാരക്ടർ. ഈവൻ ജോസിൻ്റെ ക്യാരക്ടർ ആവട്ടെ, സുബിൻ ചെയ്തത്. അപ്പോൾ ഇതൊരു വൺ മാൻ ഷോ സിനിമയല്ല. അത് ഇനി ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട്. അൽത്താഫിനെ എങ്ങനെ ഏലിയനിലേക്ക് ചൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ പോലെ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു ഫീച്ചേഴ്സിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആക്ടേഴ്സിനെ നോക്കിയ സമയത്ത്, പ്ലസ് അത് ആ ക്യാരക്ടർ ഹ്യൂമറും പുൾ ഓഫ് ചെയ്യണം. സോ ഇത് രണ്ടും കൂടെ ഒത്തുവരുന്ന ഒരു ആക്ടറായിരുന്നു അൽത്താഫ്. ഈ സ്റ്റൈൽ ഇൻസ്പിറേഷൻ ആരാണ്? അത് ഒരു വ്യക്തിയല്ല. ഞാൻ വളർന്ന സാഹചര്യം കോഴിക്കോട്, എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ ഏർലി 2000s ലേറ്റ് 90s അവിടുത്തെ SM സ്ട്രീറ്റിൽ ദർ വാസ് എ ക്ലോത്തിങ് സ്റ്റോഴ്സ്, ഈ തുണിക്കടകളുണ്ടായിരുന്നു. അന്ന് ഇമ്പോർട്ടഡ് ക്ലോത്ത്സും പരിപാടികളും അവിടെ ഒരു ഫാഷൻ ക്യാപിറ്റൽ പോലെയായിരുന്നു.
അപ്പോൾ അന്ന് നമ്മൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് കാണുന്ന ഔട്ട്ഫിറ്റ്സ് കാര്യങ്ങൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നൊക്കെ ഒരു നമ്മുടെ ഒരു എവറി ഫെസ്റ്റിവൽ ഓർമ്മയാണ്. പിന്നെ ഈ പറയുന്ന ഡാൻസ് ഒരു ഘടകമാണ്. നമ്മൾ ഡാൻസ് ഫോളോ ചെയ്യുമ്പോൾ ഡാൻസേഴ്സ് എല്ലാവരും കുറച്ച് എന്താ പറയുക എഡ്ജി ഫാഷൻ അല്ലെങ്കിൽ കുറച്ച് ലൗഡ് ഫാഷനോ അല്ലെങ്കിൽ വാട്ട് എവർ യു കോൾ ഇറ്റ് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഡാൻസേഴ്സ് ഡ്രസ് വെൽ. അപ്പോൾ ഞാൻ ഡാൻസർ എന്നുള്ള രീതിയിലും അതിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രൈമറിലി അതായിരിക്കാം. പിന്നെ എന്തോ എസ്തെറ്റിക്സിനോട് ഒരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ട്. ജെൻസിയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഞാൻ പണ്ടേ വിത്തടാ എന്ന മൈൻഡ് ഉണ്ടോ? അങ്ങനെ ഞാൻ നോക്കാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പണ്ട് കുറച്ച് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അവിടെ. സ്റ്റീരിയോടൈപ്സിനെ അന്നേ ബ്രേക്ക് ചെയ്ത ഒരാളാണ്. അതാണ് അതെ. അപ്പൊ അത് അന്ന് കുറെ വെടികൊണ്ട് അന്ന് നമ്മൾ ഓടൺ പീസ് ആയിരുന്നല്ലേ കാലത്തിന് മുന്നേ. അതെ. ഇപ്പൊ മറ്റേ തൊലിക്കട്ടി കൂടിയോണ്ട് ഇപ്പൊ. പക്ഷെ ഞാൻ അങ്ങനെ മറ്റേ ഈ എന്താ പറയാ അരോചകമാം വിധം പുഷിയായിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് അല്ല ഇടാറുള്ളത്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ് മൈറ്റ് നോട്ട് ബി വെരി കോമൺ ഇൻ അങ്ങനെയായിരുന്നു എനിക്കൊന്നും തോന്നിയിട്ടുള്ളത്. പിന്നെ പൊതുവിൽ ഇവിടെ പണ്ട് ഈ സ്ലൈറ്റ്ലി ഓവർ ദ ടോപ്പ് ആയാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു നേച്ചർ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അതൊക്കെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയി. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ടാവും മാറിക്കൊണ്ടേ ട്രെൻഡുകളൊക്കെ മാറിക്കൊണ്ടേ. അതെ അതെ അതെ. അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ? ഞാൻ അത് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. ബട്ട് ഐ ഹാവ് എൻ ഐ ഫോർ ഇറ്റ്. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്ത പരിപാടികൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പലരും എവിടെ നിന്ന് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും ഓരോ സാധനങ്ങൾ. അപ്പം നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ തേടി കണ്ടുപിടിക്കാനുള്ള ഒരു ത്വരയും ഒരു ഇഷ്ടമുണ്ട്. ലൗഡ് കളേഴ്സ് ആണോ ഇഷ്ടം? നോട്ട് ഓൾവേസ്, ബട്ട് ഐ ലൈക്ക് പോപ്പ് കളേഴ്സ്. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ അല്ലാതെയും മോണോക്രോമിലും ഡ്രസ് ചെയ്യാറുണ്ട്. ബട്ട് യെസ് ഐ ലൈക്ക് പോപ്പ് കളേഴ്സ്. ഐ ഡു അഗ്രി. ചങ്കി ആയിട്ടുള്ള സാധനങ്ങളോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടോ? യു ക്യാൻ സേ ദാറ്റ്. ചങ്കി സ്നീക്കേഴ്സും. പക്ഷെ അപ്പ് ലേറ്റ്ലി ആ ചങ്കി ഫാഷൻ പോയിട്ട് കുറച്ചുകൂടെ സ്ലീക്ക് ഫാഷനിലേക്ക് വീണ്ടും റീസർഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടീനെ കൂടെ അതേ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ശ്രമിക്കുന്നതേ അല്ല, അവൾക്ക് അത് നാച്ചുറലി ഉണ്ട്. അവൾ നാച്ചുറലി ഈ ഡ്രസ്സിങ് പരിപാടി അവള് എവിടുന്നോ അവൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ അത് അതാ പറഞ്ഞത്. ഞാനപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്റ്റൈലൊന്നും അല്ല കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഫാഷൻ ഇപ്പോൾ ബേസിക്കലി അറിയാലോ ആൽഗോരിതം എങ്ങനെയാണ് നമ്മൾ അതിലോട്ട് എത്തിക്കുന്നത്. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ തപ്പിപ്പിടിച്ച് ഇതെവിടെ കിട്ടും. ഇപ്പം ഞാൻ കൊറിയന്നൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ഇമ്പോർട്ട് ചെയ്യും. മറ്റേ കൊറിയൻ ഫാഷൻ ഭയങ്കര ഫാനാണ്. കൊറിയൻ ഫാഷൻ ഭയങ്കര അടിപൊളിയാണ്. അപ്പം അതേപോലെ US നിന്നും മാത്രം കിട്ടുന്ന ചില സാധനം ഉണ്ട്. അപ്പം നമ്മൾ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വരുമ്പം, കാരണം നമ്മൾ നേരെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടാക്സ് ഇരട്ടി വിലയാവും. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് ഇതിന് പണിയെടുക്കും. അതൊരു താല്പര്യത്തിന്റെ പുറത്ത് ചെയ്യുന്നത്, അല്ലാണ്ട് മറ്റേ നോട്ട് ടു സ്റ്റേ റെലവൻറ്റ് ഓർ എനിത്തിങ്. അങ്ങനെ മേടിച്ച് വെച്ചതിൽ ഒരു 10% ഇടാറുള്ളൂ ഞാൻ. അത് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ സിനിമയിൽ ഒരുപാട് കോസ്റ്റ്യൂംസ് പാട്ടുകളടക്കം വന്നു. ഇതിൽ ആക്ച്വലി എൻ്റെ ഒരു കോസ്റ്റ്യൂം മറ്റേ റെഡ് ഔട്ട്ഫിറ്റ് ഇല്ലേ നമ്മൾ ഡാൻസ് ചെയ്യും, ചേഞ്ച് വരുന്ന ഔട്ട്ഫിറ്റ്, അതെന്റെ. അൽതാഫിന്റെ കോസ്റ്റ്യൂംസും അതിങ്ങനെ ഡയറക്ടറുടെ വിഷൻ ആയിരുന്നോ അതോ? അതെങ്ങനെയാ വെച്ചാൽ പുള്ളിയുടെ പൊസിഷനിലാണല്ലോ ഏലിയൻ വരുന്നത്. അപ്പൊ പുള്ളിയുടെ കസ്റ്റഡിയിലുള്ള ഡ്രസ്സുകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാരക്ടറിന്റെ ഡ്രസ്സാണ് ഏലിയന് കൊടുക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടറിന്റെ ഡ്രസ്സിങ് ആയിരിക്കുമല്ലോ അയാളും അഡാപ്റ്റ് ചെയ്യുക, ഇട്ട് കൊടുക്കുക. സോ അങ്ങനെയാണ് സെയിം അതേ ഒരു വേർഷൻ തന്നെയാണ് ഏലിയനിൽ കണ്ടത്. ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു സിനിമ ക്യാരക്ടർ കുറച്ചൊരു urban ഡ്രസ്സിങ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി എൻ്റെ ഡ്രസ്സിങ്ങുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റിലേക്ക് വരുന്നത്. പൊതുവിൽ എൻ്റെ കഥാപാത്രം നാട്ടുപുറത്തുകാരായിരുന്നു. അപ്പം ഇതിൽ നമ്മളതൊരു urban സ്പേസിലോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് വിക്കിയുടെ ആ സെയിം ടേസ്റ്റ് അല്ലെങ്കിലും സ്ലൈറ്റ്ലി ഞാൻ ഡ്രസ് ചെയ്യുന്ന പോലെയൊക്കെയാണ് വിക്കി ഡ്രസ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി നോട്ട് ലൈക്ക്. ഈ മലയാള സിനിമയല്ലേ, ഇപ്പം ഒരുപാട് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരാളോട് ചോദിക്കുകയാണ്, ഇത്തരം ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്ന ഏത് സെലിബ്രിറ്റി, ഒരു നടൻ ഒരു നടി ആരാണെന്നാണ് തോന്നിയിട്ടുള്ളത് മലയാളത്തിൽ? മലയാളത്തിൽ ഫാഷൻ ഫോളോ ചെയ്യുന്ന ദുൽഖർ ഓഫ് കോഴ്സ്. ആൻഡ് ഹി ഹാസ് ദ മോസ്റ്റ് എക്സോട്ടിക് ആൻഡ് ക്ലാസി കോസ്റ്റ്യൂംസ് ആണ്, ഔട്ട്ഫിറ്റ്സ് കളക്ഷൻ
ആവാലോ. വേറെ ബേസിലൊക്കെ ഇപ്പോൾ കോസ്റ്റ്യൂം നമ്മൾ കഴിഞ്ഞ വട്ടം കോസ്റ്റ്യൂം ഡിസൈനർ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഒരുപാട് കോസ്റ്റ്യൂംസ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്ക് ഇപ്പോൾ പുതിയ ജെൻസിയോടാണ് കണക്ഷൻ എന്നാണ് കേട്ടത്. ആയിരിക്കും. അവൻ എന്തായാലും എന്നെ ഇമ്പ്രസ് ചെയ്യാൻ കുറച്ച് പാട് വേണം. പണ്ട് നമ്മളെ പുച്ഛിച്ചോണ്ടിരുന്ന കൂട്ടത്തിലുള്ള അതെ അല്ലേ? എന്തിനാടാ നീ ഈ തുണിയൊക്കെ മേടിച്ച് കാശ് കളയുന്നത്, സേവ് ചെയ്യടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇപ്പൊ ഇപ്പൊ പിടിക്കാൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് പിടിക്കാൻ തുടങ്ങി. വർക്കാവുന്നുണ്ടോ? എങ്ങനെയുണ്ട് കണ്ടിട്ട്? കുഴപ്പമില്ല, കാണാൻ നന്നായിട്ടൊക്കെ ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ വാഴ ഇറങ്ങി, ഹാഷർ അടക്കമുള്ളവർ ബിഗ് സ്ക്രീനിലേക്ക് വരികയാണ്. കുറച്ചുകൂടെ വിശാലമായിട്ടുണ്ടോ മലയാളം ഇൻഡസ്ട്രി? ഉറപ്പായിട്ടും. സംഭവം എന്ന് വെച്ചാൽ ഒരു 5 വർഷമല്ല, ഒരു 2-3 വർഷം മുമ്പ് വരെയും ഇതുപോലെ ചെറിയ റീൽസ് പരിപാടി അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടല്ലോ, ടി വിയിൽ മറ്റേ നായകൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി വരുമ്പോൾ കൂടിയും ഇവര് സിനിമയിൽ കൊണ്ടുവന്നാൽ ശരി ആകുമോ എന്നുള്ളൊരു സാധനമുണ്ട്. ഒരു കാലഘട്ടം വരെയും സിനിമയിൽ നിലനിന്ന ആൾക്കാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഒരു ഇതുണ്ടായിരുന്നു. പുതിയ ആൾക്കാരെ കൊണ്ടുവരും, അത് അവരെയും കുറ്റം പറയാൻ പറ്റൂല. ആൾക്കാർ എത്രത്തോളം അവരെ അംഗീകരിക്കും എന്നുള്ളൊരു പേടിയുണ്ട്. ഒരു സമയത്ത് പുതിയ നായകന്മാരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പടങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. ഒരുപാട് പടങ്ങളുണ്ട് അങ്ങനെ. അത് സംഭവം അവരുടെ കഴിവില്ലാത്ത, അവരുടെ അഭിനയത്തിന്റെ കുഴപ്പമൊന്നും ആയിരിക്കത്തില്ല. നമ്മളുടെ അന്നത്തെ പ്രേക്ഷകർക്ക് ഒരു പുതിയ ഒരാളെ അങ്ങോട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊരു സ്നേഹമുണ്ട്. അപ്പൊ അവരുടെ പടം കാണുമ്പോൾ ഓടിപ്പോയി ടിക്കറ്റ് എടുക്കുക, കാണുക, ആ ഒരു ഇതായിരുന്നു. അതിൽ നിന്ന് ഇപ്പോ മാറിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ആൾക്കാർ ലിബറലായി. അതെ, കുറച്ചുകൂടെ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അത് എനിക്ക് റീസൺ തോന്നിയിട്ടുള്ളത്, ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റിൽ അങ്ങനെ താരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അത് കണ്ട് യൂസ്ഡായി ഇനിയിപ്പം നല്ല കണ്ടന്റ് ഉണ്ടായാൽ മതി എന്ന് അവരും ഓക്കെ ആയി. അതെ അതെ, അവരിപ്പം താരങ്ങളില്ലെന്നല്ല, അവര് താരങ്ങളാ ഇപ്പം. അതാ ഇവനൊക്കെയാണ് ഇപ്പൊ താരം. അംഗീകരിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാശ് ഇറക്കാൻ ആൾക്കാർക്ക് ധൈര്യമുണ്ട്. മുമ്പ് ആ ഒരു ധൈര്യത്തിന് ഒരു കുറവുണ്ടായിരുന്നു. അത് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. അത് അന്നത്തെ പ്രേക്ഷകർക്ക് അത്രത്തോളം ഒരു ഓപ്പൺ മൈൻഡ് അല്ലായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പൊ വലിയ പടങ്ങൾ വരുമ്പോ ഇപ്പോഴും സ്റ്റാർ വാല്യൂ ഒരു മാറ്റർ ആണ്. സ്കെയിൽ പടങ്ങൾ വരുമ്പോ ഇപ്പോഴും അതൊരു ഫാക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓപ്പണിങ് അത് ഇതെന്ന് പറയുന്ന ഇപ്പൊ സിനിമ നല്ലതാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഒരാൾ അടുത്ത ആളടുത്ത് പറയും. കേൾക്കുന്ന ആള് തിയേറ്ററിലോട്ട് പോകാൻ ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. ഇതിന് അഡ്രസ് ചെയ്യാനായിട്ട് ആവറേജ് അമ്പിളി എന്നുള്ളൊരു സീരീസ് എന്നെ സംബന്ധിച്ചിരിക്കും ഭയങ്കര ആ സമയത്ത് റിലേറ്റബിൾ ആയിട്ടുള്ള, ആ സമയത്ത് എല്ലാ കാലത്തേക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സീരീസ് ആയിരുന്നു അത്. അത്തരം സീരീസുകൾ ഇനി എടുക്കുന്നില്ല, സിനിമയിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്. ഇല്ല, സീരീസുകൾ എപ്പോഴും എടുക്കാൻ എനിക്ക് ആ ടെംപ്ലേറ്റ് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ആണ്. സോ അത് ഇനിയും ഉണ്ടാവുമായിരിക്കും എന്തായാലും. OTT-ലൊക്കെ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ടെംപ്ലേറ്റ് തന്നെയാണ്. നമുക്ക് വേഗം ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? വേഗം തീർക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയിൽ ഏലിയൻ വന്നിറങ്ങിയ നിങ്ങളുടെ കൂട്ടത്തിൽ പേടിച്ചോടാൻ സാധ്യതയുള്ള ആരായിരിക്കും? ഈ ക്രൂര് മൊത്തം എടുക്കാം കേട്ടോ ഈ റാപ്പിഡ് ഫയർ. ഭൂമിയിൽ ഏലിയനാന്ന് പോലും മനസ്സിലാവാൻ സാധ്യതയില്ല. പേടി ഓടാൻ ചാൻസ് ഉള്ളത്. പുള്ളി ഇങ്ങനത്തെ കാര്യമൊക്കെ ഇച്ചിരി പേടിയാ. ഞങ്ങൾ ഒരു ബോട്ടിൽ എറിയുന്ന സീൻ ഉണ്ടായിരുന്നു. അയ്യോ ബോട്ടിൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് ചില്ല് തെറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൊച്ചങ്കൊള്ള. ഓക്കെ, ഏലിയൻ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്, ഇവിടെ ഭക്ഷണം കിട്ടുന്ന നല്ല റെസ്റ്റോറന്റ് ഏതാ? ഏത് സ്പോട്ടായിരിക്കും പറയുന്നത്? കൊച്ചിയിലൊരു സ്പോട്ട്. നീ പറ, നീ അല്ലേ ഓടി കിടന്ന് തിന്നുന്നേ? എന്താ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒന്ന്, എനിക്ക് ഇവിടുത്തെ എല്ലാ ഏഷ്യൻ ഫുഡ് സ്പോട്ട്സും ഇഷ്ടമാണ്. യൂമി, ലിറ്റിൽ സോയ്, നാസി ആൻഡ് മീ. എവിടേക്കായിരിക്കും കൊണ്ടുപോകാം? അതിനായിരിക്കും എവിടെയായിരിക്കും? ഞാൻ സോനയിൽ കൊണ്ടുപോകും. എന്നിട്ട് നല്ല നല്ല അരിപ്പത്തിരി മേടിച്ചോളൂ. അരിപ്പത്തിരി ട്രൈ ചെയ്യണം.
ഓക്കെ, അത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ഇപ്പം ഏലിയൻസ് നിങ്ങളെ തട്ടിയെടുത്ത് പ്ലൂട്ടോയിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങൾ മലയാള സിനിമയിൽ ആരെ കൊണ്ടുപോയിരിക്കും, എന്തുകൊണ്ട്? ലാലേട്ടനെ കൊണ്ടുപോകും. എന്നിട്ട് അതിലും വരെ ഒരു പുള്ളിയെ കണ്ടോണ്ടിരിക്കാലോ. എടാ പുള്ളിയൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. അതാ പറഞ്ഞ ഞാൻ സെൽഫിഷാ. ലാലേട്ട മറ്റേ ആറ്റുമണൽ ആ പാട്ടൊന്നും പാടിയാ എന്തായാലും അവിടെ ഞാൻ ലാലേട്ടന് മാത്രമേ മറ്റേ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ലാലേട്ട മീശ വിരിച്ച. ഓക്കെ, അതിൽ പല ഒരു ഭാഗ്യമില്ലല്ലോ. ഓക്കെ, ഇത് നീ പറയുമ്പോ സെൽഫിഷാണ്. എന്താ നിന്റെ അടിമയല്ല ഡാൻസ് കളിക്ക് മറ്റേ അല്ല, ഇതൊക്കെ ചെയ്യുന്നാണോ നീ വിചാരിക്കുന്നത്? അല്ല, ഇത് നമ്മുടെ ആഗ്രഹമില്ല, ആഗ്രഹം പറയാം. സാങ്കല്പികമാണ്. സാങ്കല്പികമാണല്ലോ. ലേഡീസ് ആണെങ്കിൽ ആരായിരിക്കും കൊണ്ടുപോവാ? ധ്യാൻ ശ്രീനിവാസനെ പറഞ്ഞു. അവൻ ഓൾറെഡി ജൂപ്പിറ്ററിൽ എത്തിയല്ലോ. അവിടെ ചെല്ലുമ്പോ അവിടെ നിക്കണം. അവിടെ നിൽക്കുന്ന പുള്ളി അവിടെ പോയി ഒന്ന് കണ്ടിട്ട് വരാം പുള്ളിയെ. അപ്പൊ അതന്നെ എന്റെ ഉത്തരം. അവിടെ പോയി അവനെ കണ്ടിട്ട് വരും. ധ്യാൻ ശ്രീനിവാസനെ കണ്ടിട്ട് വരും. ഓക്കെ, ഞാൻ പ്രണവ് മോഹൻലാലിനെ കൊണ്ടുപോകും. പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പുള്ളി ട്രാവൽ ചെയ്യുന്നതാണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഗേൾസിനെ ഒന്നും കൊണ്ടുവന്നില്ല. അങ്ങനത്തെ ഒരു ഉത്തരം പ്രതീക്ഷ ചോദിച്ച അത് നിങ്ങളോട് അങ്ങനത്തെ ഉത്തരം എന്തിനാണ് എന്റെ കല്യാണം കഴിഞ്ഞത്? നീയല്ലേ സിംഗിള്? പ്രണവ് മോഹൻലാൽ. പ്രണവ്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ഭൂമിയിൽ വന്ന് ഏലിയന് മലയാളം പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യമായിട്ട് പഠിപ്പിച്ച 3 വാക്കുകൾ ഏതൊക്കെയായിരിക്കും? വിശക്കുന്നു, ഭക്ഷണം വേണം. 3 വാക്കായില്ലേ? ഇവിടെ നിന്നോട്ടെ. അത് 2 വാക്കേ ഉള്ളൂ. അത് 2 വാക്കേ ഉള്ളൂ. 3 വാക്കുകളോ? ഞാനിവിടെ നിന്നോട്ടെ. ഞാനിവിടെ നിന്നോട്ടെ. ഓക്കെ, എന്നാ അടുത്ത ക്വസ്റ്റ്യനെ. ഏലിയൻസിന് കഴിയില്ല, അവരൊക്കെ പറഞ്ഞേ. ഞാനടാ ആദ്യം പറഞ്ഞ മണ്ട. ഞാനിവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നീ പറയണ്ടേ? 3 വാക്കുകൾ പറയണം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ഇല്ല, ഞാൻ മറന്നുപോയതാ. 3 വാക്കുകൾ പറ. എന്തൊക്കെ 3 വാക്കുകളായിരിക്കും പഠിപ്പിച്ചു കൊടുക്കാം? അവിടെ പോകുമ്പോഴാണോ? അത് അല്ല, ഇവിടെ വന്ന് ഏലിയന് പറഞ്ഞു കൊടുക്കാം. അവിടെയാണെങ്കിൽ വേറെ ഉണ്ടല്ലേ? അവിടെയാണെങ്കിൽ നീ ഒന്ന് പറയടാ. അവിടെ ആണെങ്കിൽ ആക്ച്വലി എന്റെ ചോയ്സ് ഓഫ് വേർഡ്സ് വേറെ ആണല്ലോ. കാരണം ഇത്രയൊന്നും ടെക്നിക്കൽ ആവാതെ അതിന്റെ ഇടയിലാ ചിന്തിക്കുന്നതാ. എന്തെങ്കിലും ചോദിച്ചു ആ സമയത്ത് ആലോചിക്കണോ? മാറിപ്പോയ അപ്പൊ ഇവിടെ വരുമ്പോ അല്ലേ ഇന്റലക്ച്വൽ ആവുന്നുണ്ടെങ്കിൽ വളരെയധികം. ഇപ്പൊ ഇപ്പൊ ഭക്ഷണം വല്ലതും ഒന്ന് അത് ഞാൻ പറഞ്ഞു. പറഞ്ഞു വിശക്കുന്നു, ഭക്ഷണം വേണം. ഞാൻ പറഞ്ഞു. ഒരു ഏലിയനെ എടുത്തൊരു സിനിമ ചെയ്തതല്ലേ? ആ ഏലിയന് വേണ്ടി 3 വാക്കുകൾ നിങ്ങൾക്ക് ഇല്ലേ? ദാഹിക്കുന്നു, പോടാ പട്ടി തെണ്ടി. പോടാ പട്ടി തെണ്ടി. അതും ആവശ്യം വരുമല്ലോ. ബാക്കി ബേസിക് നെസസറി ആവശ്യം, ഏറ്റവും ആവശ്യം കേരളത്തിലാണ്. എന്തായാലും ഇതിനെ ഉപദ്രവിക്കാൻ ചെല്ലും. അതെ. അപ്പൊ ഇത് പറയാതെ ഞാൻ ഇതിനെക്കാട്ടി അടുത്ത 3 പറയും. ഹൈലൈറ്റ് ഇട്ട് ഞാൻ കൊടുക്കും. ആയില്ലേ? 3 പേരും ആയില്ലേ? 3 പേര് പറഞ്ഞു. അടുത്ത ഏലിയൻസ് ഭൂമിയിലെ ആളുകളുമായിട്ട് അത് വേണ്ട. ഏലിയൻസിന് ഭൂമിയിലെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളത്തിലെ ഒരു ലാലേട്ടൻ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കണം. ഏത് ഡയലോഗായിരിക്കും? ഏലിയൻസിന് നമ്മുടെ ആൾക്കാരുമായിട്ട് കണക്ട് ആവാനായിട്ട് ലാലേട്ടൻ ഒരു ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കണം. സ്കോർ ആവട്ടെ. ഇവിടെ പറയാനാണോ അത് ആഗ്രഹത്തിൽ പറയാനോ? അല്ല, ഇങ്ങനെയും പറയാം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് പോലെ എന്നെ കൂടി സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ ഡയലോഗ് ഇല്ലടാ. അതങ്ങനെ പറഞ്ഞ ആളെ ഞാൻ എന്റെ സൗണ്ടില് ഒന്ന് ചരിച്ചെടുക്കുക. ആൾക്കാരെ പറ്റിച്ച് മെമിക്രി ആർട്ടിസ്റ്റ് ഒന്നും പറഞ്ഞു നമ്മള് ലാലേട്ടനെ പറയുമ്പോ ഓട്ടോമാറ്റിക്കലി ചെറുതായിട്ട് പറയാം. കിട്ടിയില്ലായിരുന്നു. ഓക്കെ, ഏലിയൻസിന് മുന്നിൽ മലയാള സിനിമയെ പ്രതികരിച്ച് കാണിക്കാൻ പറ്റിയ ഒരു മാസ്റ്റർ പീസ് സിനിമ, ഇത് കണ്ടോളൂ, ഇതാണ് മലയാള സിനിമ എന്ന് പറയാൻ ഏത് സിനിമ കാണിച്ചു? ഏലിയൻ പടം കാണിച്ചു. നിങ്ങൾ ഇവിടെ അല്ലേ? ചോക്ലേറ്റ് ബൈ. സീരിയസ് ഉത്തരവ്. സീരിയസ് ഉത്തരവ്, വളരെ സീരിയസ് ഉത്തരവ്. ഗുരു 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 സിനിമ.
ആദിത്യൻ കാര്യമായിട്ടൊന്ന് ചിന്തിക്കുന്നുണ്ട്. ആലോചിച്ച് കണ്ടുപിടിക്കണ്ടേ. ആദ്യം ഏതെങ്കിലും പടം പറയാം. നീ എന്തിനാ അത് ആ പടം പറയുന്ന ആരും ചോദിക്കില്ല. ഒരു പടവും മനസ്സിൽ വരുന്നില്ല. അത് നിങ്ങൾ പറ, എന്നിട്ടേ ഇവിടെ എത്തുള്ളൂ. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ജിത്തുബായി എന്ന എന്താ ചോക്ലേറ്റ് ബൈ. ഞാൻ കിരീടം പറയും. ഏലിയനെ കാണിച്ചു. കരയട്ടെ, ഏലിയൻ കരയട്ടെ, വിഷമിക്കട്ടെ. പഴത്തിന്റെ ഗുരുവൊക്കെ കണ്ടിട്ട് ഏലിയൻ എന്ത് ചെയ്യണം? അതില് ഗുണപാഠം ഉണ്ട് ലാസ്റ്റ്. ഫസ്റ്റ് എന്നിട്ട് ഇന്റലക്ച്വൽ കൊടുക്കാൻ പാടില്ല, സിമ്പിൾ സാധനം കൊടുക്കണം. പോട്ടെ, പറഞ്ഞോ. ഞാൻ നല്ലൊരു സിനിമ പറഞ്ഞു. രാവണപ്രഭു. രാവണപ്രഭു, കിരീടം, ഗുരു. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പൊ കാണാൻ പറ്റിയ പടം അത്ഭുത മൈ ഡിയർ കുട്ടിച്ചാത്ത്. ഓക്കെ, ഇത് നീരജിന്റെ അടുത്താണ് ക്വസ്റ്റ്യൻ. ഒരു ഏലിയന്റെ മുന്നിൽ വെച്ച് ഡാൻസ് കളിക്കേണ്ടി വന്നാൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഏത് ട്രെൻഡിങ് പാട്ടായിരിക്കും കളിക്കാൻ? ഏലിയന്റെ ഒരു ഡാൻസ് മൂവ് ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്, ഭയങ്കര ടിക്ടോക്കിലൊക്കെ മറ്റേ ഒരു പച്ച ഏലിയൻ വന്ന് ഇങ്ങനെ ഡാൻസ്. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യനെ. അന്യഗ്രഹത്തിൽ പോയി താമസിക്കലാണോ കേരളത്തിലെ പവർക്കുട്ടുള്ള ജീവിക്കലാണോ പാട്? ഇത് തിരഞ്ഞെടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല, ഒരെണ്ണം തിരഞ്ഞെടുത്ത്. അത് പെട്ടെന്ന് നമുക്ക് ഇന്റർഗലാക്ടിക് ട്രാവലിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഓ, എന്നാ നേരത്തെ ഇന്റലക്ച്വൽ ആയത് കുറ്റം പറഞ്ഞാലേ. അന്യഗ്രഹത്തിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് അറിയാൻ ഫെസിലിറ്റി ഒന്നുമല്ല, ഇത് യാത്രയുടെ കമ്മ്യൂട്ട് അല്ലേ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, അത് ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് അതാണ് നിന്റെ പ്രശ്നം. അതാണ്, അതായത് നമ്മൾ അടുത്ത ഗ്രഹത്തിൽ പോയി വരാനുള്ള ടെക്നോളജി അരമണിക്കൂറിനുള്ളിൽ പോയി വരാവുന്ന രീതിയിൽ വളരാതെ നീ 10 കൊല്ലം എടുക്കും അടുത്ത ഗ്രഹത്തിൽ പോയാൽ. ഇവിടെ പവർക്കട്ട് അരമണിക്കൂർ കഴിയില്ലേ? ചോദ്യങ്ങളെല്ലാം പിന്നെ മികച്ചതാണല്ലോ. ബാക്കി എന്റെ ചോദ്യങ്ങളെ കൂടെ നിന്റെ അടുത്ത് കുത്തുന്നത്. നമ്മൾ ചോദ്യത്തിനുള്ള ഉത്തരവല്ലേ കൊടുക്കാൻ. അതെ, അത് ശരി. വേഗം പോകാൻ വേണം. ഞാൻ പെട്ടെന്നുണ്ടാക്കിയ ക്വസ്റ്റ്യൻസും എന്നാ വേണ്ട പതിയെ ഞാൻ ഇന്റലക്ച്വൽ പോയിട്ട് വരാൻ പറ്റുന്ന ഇല്ലല്ലോ. അരമണിക്കൂറിൽ പോയിട്ട് വരാൻ പറ്റുമെങ്കിൽ പോയിട്ട് വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോയിട്ട് വരാൻ പറ്റുമെങ്കിൽ പോയിട്ട് വരാം. പോയിട്ട് ഇനിയിപ്പോ എന്താ? യു ഗൈസ്, നിങ്ങൾ എന്താ തീരുമാനിക്കുന്നത്? ഞങ്ങൾ അരമണിക്കൂറിൽ പോയിട്ട് വരാൻ പറ്റുമെങ്കിൽ പോയിട്ട് വരും. ഓക്കെ, അപ്പൊ ഫൈനലി മറ്റേ വല്ലാത്ത ജാതി പാടി അവസാനിപ്പിച്ചോ. അതെന്തായാലും പാടിയേ പറ്റുള്ളൂ, 2 വരി. എനിക്ക് വേണ്ടി എന്റെ പാട്ട് പിന്നെ ലാലേട്ടൻ പറഞ്ഞപ്പോ എന്നെ ഇതാക്കി. അത് നമ്മളിവിടെ തോന്നണ്ടോ ലാലേട്ടൻ? അപ്പൊ എന്നെ പാട്ട് കൂടെ പഠിപ്പിച്ചാലോ? നീ മമ്മൂട്ടി എടുക്കുക, അതൊന്ന് നോക്കട്ടെ. ചിലപ്പോ ലാലേട്ടൻ കിട്ടിയാലോ? ആ സാധനം കിട്ടി എനിക്ക് പെട്ടെന്ന്. ഗമകം ഇത് പാടി അതാ പ്രശ്നം. പാട്ട് പറഞ്ഞാ പാടും. ഒരു പാട്ട് പറഞ്ഞു. പാടും. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം ഹരിതസുധയല്ല, പ്രണയസുധ. അത് തിരുത്തുന്ന എന്തിനാ? ഞാൻ പാടി പോകൂലേ? ഞാൻ അറിയാന്നുള്ള പാട്ടല്ല പറയാ, എന്റെ പറയുക പാട്ടാണ് പാടി. എന്നാലും സമ്മതിച്ചോളാമില്ല. ഭയങ്കര അറ്റൻഡ് ചെയ്തു. ശരിയാ, അത് ഞാൻ പാടില്ലേ? തിരുത്തിയില്ലെങ്കിൽ ഞാൻ പോയതേ. ഈ സമയം കൊണ്ട് അവിടെ അയ്യോ, മനഃപൂർവ്വം തെറ്റിച്ച് പാടിയതാ. തിരുത്തുമ്പോ നിർത്താലോ. പ്രേക്ഷകരോട് ഇവിടേക്ക് സിനിമ കാണാൻ പ്രേക്ഷകരോട് എന്താ പറയാ? പ്രേക്ഷകരോട് പറയാനുള്ള ഇതൊരു എന്റർടൈനറും കൂടെയാണ്, സൈഫൈ മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സൈഫൈയിലെ വല്ലാണ്ട് ശ്രദ്ധിക്കേ വേണ്ട. സൈഫൈ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരു എന്റർടൈനറാണ്. അതിൽ ഒരുപാട് ഹ്യൂമർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ആക്ടേഴ്സൊക്കെ ഹ്യൂമർ പുൾ ഓഫ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. സോ അവരെ വെച്ചിട്ടാണ് നമ്മളൊരു സൈഫൈ പടം ചെയ്യുന്നത്. സോ അതിൻ്റേതായ ഒരു നിങ്ങൾക്ക് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എൻജോയബിൾ ആയിട്ടുള്ളൊരു സിനിമയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ തീർച്ചയായും വന്ന് കാണാം. പ്ലൂട്ടോ തിയേറ്ററിൽ ഗംഭീര വിജയമായിട്ട്. ആൻഡ് വൺസ് അഗൈൻ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.